ഹലോ എവരിവൺ, എല്ലാവർക്കും ബ്ലൂമിംഗ് ബഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ നന്നാവാൻ ഒന്നാവാം എന്ന പാഠത്തിലെ ചോദ്യം എന്ന ചെറുകഥ പരിചയപ്പെടാം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ പാഠത്തിൽ തന്നെ വരുന്ന പാവയൂണ് എന്ന കവിതയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കൂട്ടുകാരൊന്ന് കണ്ടു നോക്കൂ. ശരി, നമുക്ക് പാഠത്തിലേക്ക് പോകാം. സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടിയോ വെറുപ്പുളവാകുന്ന രീതിയിലോ സംസാരിക്കരുത്. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സമഭാവനയോടും കൂടി വേണം സംസാരിക്കാൻ. ഈ ഒരു ചെറുകഥയിൽ ഉറുമ്പിന്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രകഥയുടെ പേര് തന്നെ ചോദ്യം എന്നാണ്. ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഉറുമ്പ് എവിടെ കയറിയാണ് പോകുന്നത്? അതെ, ആനപ്പുറത്ത് കയറിയിരുന്നാണ് ഉറുമ്പ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഉറുമ്പിന്റെ മനസ്സിൽ? സ്വാഭാവികമായും താൻ ഒരു വലിയവനാണ് എന്ന ചിന്ത ഉണ്ടായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിൽ മറ്റുള്ളവരോട് എപ്പോഴും എന്തായിരിക്കും? പുച്ഛമായിരിക്കും. ഉറുമ്പ് ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു തവളയെ കാണുകയാണ്. ആ തവളയോട് ഉറുമ്പ് ചോദിക്കുകയാണ്, എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടി? അത് കേട്ട തവള എന്താണ് മറുപടി പറഞ്ഞത്? ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. ഉറുമ്പിന്റെ ചോദ്യം കേട്ട തവളയ്ക്ക് ദേഷ്യം വന്നു. തവള സാധാരണ ചാടി തന്നെയാണല്ലേ പോവാറുള്ളത്. പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ തവളയ്ക്ക് ദേഷ്യം വരാതിരിക്കുമോ? അതുകൊണ്ടാണ് തവള ദേഷ്യത്തോടു കൂടി തന്നെ മറുപടി പറഞ്ഞത്. അടുത്തത് ഉറുമ്പ് ഒരു മൂങ്ങയെ കണ്ടു. മൂങ്ങയോട് എന്താ ചോദിക്കുന്നത് നോക്കൂ. ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ? അതിനുള്ള മറുപടി മൂങ്ങ എങ്ങനെയാണ് പറഞ്ഞത്? പറന്നല്ലാതെ നീന്തിപ്പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ? ഇവിടെ മൂങ്ങയ്ക്കും ഉറുമ്പിന്റെ ചോദ്യം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ മൂങ്ങയും പ്രതികരിച്ചത്. അടുത്തത് ഇഴഞ്ഞു പോകുന്ന പാമ്പിനെ കണ്ടപ്പോൾ ഉറുമ്പ് ചോദിച്ചു, ഇഴഞ്ഞിഴഞ്ഞ് എങ്ങോട്ടാ രാവിലെ തന്നെ? അത് കേട്ട പാമ്പിനും ദേഷ്യം വന്നു. പാമ്പ് എന്താ പറഞ്ഞത്? ഈ പാവങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ, അവന്റെ ഒരു അഹങ്കാരം. ഇവരുടെ എല്ലാം മറുപടി കേട്ട ഉറുമ്പ് പറയുകയാണ്, ആവോ, ഒരാളോടും ഒന്നും ചോദിച്ചൂടല്ലോ. അപ്പോൾ എന്താണ് ആന മറുപടി പറഞ്ഞത്? കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. അതായത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മളോടും അവർ പെരുമാറുന്നത്. സ്നേഹത്തോടു കൂടി പെരുമാറുകയാണെങ്കിൽ ആ സ്നേഹം അവരും നമുക്ക് തിരിച്ചു തരും. ബഹുമാനത്തോടു കൂടി പെരുമാറുകയാണെങ്കിൽ ആ ഒരു ബഹുമാനം നമുക്കും തിരിച്ചു കിട്ടും. നേരെ മറിച്ച് സ്നേഹമില്ലാതെയോ ദേഷ്യത്തോടു കൂടിയോ പെരുമാറുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മളോടും അവർ പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിന്റെ സ്വഭാവത്തെ പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? അതായത് ഈ ഒരു കഥ കേട്ടപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് ഉറുമ്പിന്റെ സ്വഭാവത്തെ പറ്റി തോന്നിയത്? അതാണ് എഴുതേണ്ടത്. ഈ കഥയിൽ ഉറുമ്പ് ഒരു അഹങ്കാരിയാണെന്ന് നമുക്ക് തോന്നാം, അല്ലേ? ഉറുമ്പിന്റെ ചോദ്യങ്ങളിൽ നിന്നും ഉറുമ്പ് ഒരു അഹങ്കാരിയാണെന്നും മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത സ്വഭാവമുള്ളവനാണെന്നും മനസ്സിലാക്കാം. ആനപ്പുറത്ത് ഇരിക്കുന്ന ഉറുമ്പിന് താൻ വലിയവനാണെന്ന ഭാവം സ്വയം തോന്നുകയും മറ്റുള്ളവരെ ചെറുതായി കാണുകയും ചെയ്യുന്നു. ഈ ചിന്തയാണ് മറ്റുള്ള ജീവികളോട് ബഹുമാനമില്ലാതെ പെരുമാറാൻ ഇടയായത്. അടുത്ത ചോദ്യം, സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതൂ, കാർട്ടൂൺ തയ്യാറാക്കൂ. ഇവിടെ ചെയ്യേണ്ടത്, ഉറുമ്പ് മറ്റുള്ള ജീവികളോട് സംസാരിക്കുന്നത് സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും സമഭാവനയോടു കൂടിയും ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവർ തമ്മിലുള്ള സംഭാഷണം? നമുക്കതൊന്ന് എഴുതി നോക്കാം. ഞാനിവിടെ സംഭാഷണം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർ ഉചിതമായ ചിത്രങ്ങൾ വരച്ചു ചേർക്കണേ. ഉറുമ്പ്, എങ്ങോട്ടാണ് കൂട്ടുകാരാ ഇത്രയും തിടുക്കത്തിൽ? തവള, പുഴക്കരയിലേക്കാണ് കൂട്ടുകാരാ. ഉറുമ്പ്, മൂങ്ങച്ചേട്ടാ, ആനപ്പുറത്തിരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് പോകാം. മൂങ്ങ, വേണ്ട സുഹൃത്തെ, പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട്. ഉറുമ്പ്, കഷ്ടമായി, എല്ലാവരും കൂടി ഒന്നിച്ചു പോകുമ്പോൾ നല്ല രസമായിരിക്കും. ആന, സാരമില്ല ചങ്ങാതി, നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി. ഈ ഒരു സംഭാഷണത്തിൽ ഉറുമ്പിന് മറ്റുള്ളവരോടുള്ള സ്നേഹം പ്രകടമാകുന്നുണ്ടല്ലേ? അതുപോലെ ഉറുമ്പിനോടും മറ്റുള്ള ജീവികൾ സ്നേഹത്തോടു കൂടി തന്നെ സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. വീണ്ടും നമുക്ക് 4ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം. താങ്ക്